ഔദ്യോഗികമായിട്ട് കുറച്ച് കാർ മോഡിഫിക്കേഷൻ. ഇതിൻ്റെ മൈലേജ് നമുക്ക് എത്ര കിട്ടും എന്നുള്ളൊരു ചോദ്യം. മറ്റൊരു വലിയ വിഷയം എന്ന് പറയുന്നത് ഹമ്പുകളാണ്. നമ്മൾ വരുത്തിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ, പതിനായിരങ്ങൾ പൊട്ടിച്ചു എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ കാർ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ പലതരത്തിലുള്ള സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഔദ്യോഗികമായിട്ട് കുറച്ച് കാർ മോഡിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാറ് കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇവിടെ കിടക്കുന്നുണ്ട്. യെസ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് റൂഫ് ടോപ്പിൽ മൊത്തം ബ്ലാക്ക് അടിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം. അതിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞാൽ കാണാനുള്ള ലുക്കിൽ മിക്കവാറും നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം വരേണ്ടതാണ്. അപ്പോൾ അങ്ങനൊരു പ്ലാൻ ഏതായാലും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ 360 ക്യാമറാസ് മാത്രം കൊടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് കണക്ട് ചെയ്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻസർ കാര്യങ്ങളൊന്നും അവർ വെച്ചിട്ടില്ല. ഈ ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെൻസർ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ നമ്മുടെ കാർ എടുത്തിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം, എന്തൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഒന്ന് ഉദ്ദേശിക്കുന്നത് എവിടെ കണ്ടോ, ചെറിയൊരു ക്യാമറ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഫ്രണ്ടിലും 2 മിറേഴ്സിലും ബാക്കിലും അതിൻ്റെ ക്യാമറ ഉണ്ട്. അപ്പോൾ 360 കംപ്ലീറ്റ്ലി നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അതുപോലെ പറ്റുകയാണെങ്കിൽ ഞാൻ റൂഫിൽ മൊത്തത്തിലൊന്ന് ബ്ലാക്ക് ആക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എങ്ങനെയാണ്, എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കണം. അത് പോരാനായിട്ട് പിന്നെയും ഇതിൽ നമുക്ക് ചെയ്യാനായിട്ട് കുറേ പരിപാടികളുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഘട്ടമായിട്ട് ഓരോന്നായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ആദ്യം ഏതായാലും നമുക്ക് നേരെ പോയി നോക്കാം എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ. കംപ്ലീറ്റ്ലി നമുക്ക് അവിടെ പോയിട്ട് നേരെ ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാം. നിലവിലിപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു വഴിയാണ് നമ്മൾ വീട്ടിൽ. അപ്പോൾ അതിൽ കൂടെ വേണം നമ്മൾ ഈ ഒരു കാറ് കൊണ്ടുപോകാനായിട്ട്. അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നല്ല രീതിയിൽ എടുത്തിട്ടില്ലെങ്കിൽ കാറിൽ മൊത്തത്തിൽ വരയും കുറിയൊക്കെ വീഴാനുള്ള സാധ്യതകളുള്ള നിലയിലാണ് നമ്മൾ റോഡ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ 360 വളരെയേറെ അനിവാര്യമാണ്. ഇത് ഞാൻ ഒരു ഏറെക്കുറെ കണക്ക് വെച്ചിട്ടാണ് ഈ ചെറിയ വഴി കൂടെ ഇത്രയും നീളത്തിലുള്ളൊരു വണ്ടി കൊണ്ടുപോകുന്നത്. ഈ 5 സീരീസ് എന്നൊക്കെ പറഞ്ഞാൽ ഏറെക്കുറെ നമ്മളെ ഇന്നോവനൊക്കെ കുറച്ചുകൂടെ നീളത്തിൽ കൂടുതലുള്ളൊരു വണ്ടിയാണ്. അങ്ങനെ ഏതായാലും നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി വലിയ വിഷയങ്ങളില്ല. ഈ ഒരു വഴി ഭയങ്കര വിഷയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ കാറ് നോക്കുക എന്നുള്ള നിലക്ക് കുറേ കാലം അന്വേഷിച്ച് ഉണ്ടായിരുന്നത്. പക്ഷെ കിട്ടിയില്ല. അവസാനം നമ്മൾ ഫൈനലി ഇതിലേക്ക് എത്തി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഇതിൻ്റെ സ്റ്റോറി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോകണം. നമ്മൾ നേരെ പെരിന്തൽമണ്ണേക്കാണ് പോകുന്നത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ. അവിടെ കാർ സ്പോട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമ്മളിതേ അങ്ങനെ നമ്മുടെ കുറ്റിപ്പുറം പാലത്തിൻ്റെ മേലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കുറ്റിപ്പുറം പാലം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു പോകുന്ന ഒരു വിഷ്വൽ ഉണ്ടല്ലോ, ഇത് നമ്മൾ കുറ്റിപ്പുറംകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫീൽ ലൈക്ക് ഹോം മൊമെൻ്റ് ആണ്. നമ്മൾ കുറേ ദൂരമൊക്കെ പോയിട്ട് ഈ പാലത്തിൻ്റെ മേലെ കൂടെ ഇങ്ങനെ പോകുന്നൊക്കെ വരുമ്പോൾ നമ്മൾ നാട്ടിലെത്തിയ ഒരു ഭയങ്കര ഒരു ഫീൽ ഇങ്ങനെ മനസ്സിൽ കയറി വരും. എന്തൊക്കെയായാലും പലർക്കും ഉള്ള ഭയങ്കര ഒരു ഡൗട്ടായിരിക്കും. നമ്മളിപ്പോൾ ഈ 5 സീരീസ് എടുത്തു. ഇത് 520D ഫേസ് ലിഫ്റ്റ് ചെയ്താണ്. M5ൻ്റെ കിറ്റ് നമ്മൾ കയറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ മൈലേജ് നമുക്ക് എത്ര കിട്ടും എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട്, അത്യാവശ്യം നമ്മൾ ഡീസൻ്റ് ആയിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മൈലേജ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം. അതിപ്പോൾ നമ്മൾ ഈ ഒരു എക്കോ പ്രോ എന്ന് പറഞ്ഞ മോഡൽ ഇട്ടിട്ട് സാവധാനം വലിയ ഓവർ തിരക്കൊന്നും പിടിക്കാതെ ഇങ്ങനെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ കാണിക്കുന്നത് അറൗണ്ട് 12-13 റേഞ്ചിലൊക്കെ ആണെങ്കിലും ഞാൻ ഇപ്പോൾ നോക്കിയിട്ട് അറൗണ്ട് എനിക്ക് 15-16 ആ ലെവലിൽ വരെ മൈലേജ് കിട്ടുന്നുണ്ട്. അതും 5 സീരീസ് യൂസ് ചെയ്തിട്ട് 20 വരെ മൈലേജ് കിട്ടുന്ന ആൾക്കാരുണ്ട്. എനിക്കത് സ്ക്രീനിൽ കാണിച്ചെന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുനടക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഓവർ ഹറിബറി ഒന്നും ഇല്ലാണ്ട് അതുപോലെ തന്നെ ഫുൾ ടൈം സ്പോർട്ട് മോഡിലൊന്നും ഇട്ടങ്ങനെ ഓടിക്കുകയല്ലാണ്ട് നല്ല വൃത്തിക്ക് നല്ല ഡീസൻ്റ് ആയിട്ട് നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് ഏതായാലും നമ്മുടെ 5 സീരീസിൽ. ഓക്കെ, നമുക്ക് ഏതായാലും നേരെ നമ്മുടെ പെരിന്തൽമണ്ണയിലേക്കുള്ള യാത്ര തുടരാം. ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പുതിയ 6 വരിപ്പാതയുടെ പണികൾ നല്ല തകൃതിയായിട്ടാണ് നടക്കുന്നത് കേട്ടോ. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല രസമായിരിക്കും ഈ വണ്ടിയൊക്കെ ഓടിക്കാൻ ഇവിടെ. ഇപ്പോൾ നമ്മളിങ്ങനെ പതിയെ ഇങ്ങനെ ഈ ഒരു ചെറിയ സർവീസ് റോഡിൽ പോകുമ്പോൾ ഇങ്ങനെ പോകണം എന്നുണ്ടെങ്കിലും റോഡ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റും വിചാരിക്കുന്നത്. പിന്നെ അതിൽ തന്നെ മറ്റൊരു വലിയ വിഷയം എന്ന് പറയുന്നത് ഹമ്പുകളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സർവീസ് റോഡിൽ തന്നെ അത്യാവശ്യം വലിയ കുറേ ഹമ്പുകളുണ്ട്.
ഒരു വിധത്തിലുള്ള ഹമ്പുകളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത നിലയിൽ ചാടി കിടക്കാൻ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് സാധിക്കുന്നുണ്ട്. വലിയൊരു വിഷയമായിട്ട് ഈ ഒരു ഹമ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ അടുത്തൊരു ഹമ്പ് വരുമ്പോൾ കാണിച്ചു തരാം. പിന്നെ അതിൽ തന്നെ ഉള്ളൊരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ചെറിയ കയറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, അതായത് ഈ ഷോപ്പുകളുടെ ഭാഗത്തേക്ക് കയറുന്നിടത്തുള്ള ചെറിയൊരു കുത്തനെയുള്ള കയറ്റങ്ങൾ, അതുപോലുള്ള കുത്തനെയുള്ള ഇറക്കങ്ങൾ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഫ്രണ്ട് തട്ടുന്നുണ്ട്. അതേപോലെ ഈ ഹമ്പ് തന്നെ സ്പീഡിൽ ചാടിച്ചിട്ടൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിലൊക്കെ അടി തട്ടുന്നുണ്ട്. അല്ലാത്ത സമയത്തൊന്നും അത്ര വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഈ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഭാഗത്ത് നമുക്കില്ല. ഈ 5 സീരീസ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാലോ, ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുറവുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്നുള്ള കയറ്റം, പെട്ടെന്നുള്ള ഇറക്കം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഫ്രണ്ട് ബമ്പർ ഞാൻ ഏതായാലും ഒന്ന് റീപെയിൻറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള നിലയ്ക്ക് ഞാൻ തന്നെ മനസ്സിൽ ഒന്ന് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഞാൻ അവിടെ ഇവിടെയൊക്കെ എടുക്കുമ്പോഴൊക്കെ ഫ്രണ്ട് ബമ്പറിൻ്റെ അടിഭാഗത്ത് ചെറിയ രീതിയിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും. റീപെയിൻറ്റിൻ്റെ കാര്യം ഞാൻ എന്തായാലും ആലോചിക്കേണ്ടി വരും. ഞാൻ ഓൾറെഡി മനസ്സിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല. മറ്റേത് നമ്മൾ ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എഴുതുക, അല്ലെങ്കിൽ അടി എഴുതുക, ആ ഒരു എഴുതുന്ന സൗണ്ടൊക്കെ കേൾക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിൽ ഭയങ്കര ഒരു വിഷമാണ്. അപ്പോൾ ഓൾറെഡി മനസ്സിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നം ഏതായാലും നിലവിലില്ല. അതെ, ഇവിടെ നമുക്ക് അത്യാവശ്യം വലിയൊരു ഹമ്പ് തന്നെ കിട്ടിയിരിക്കുകയാണ്. പക്ഷെ ഇതാണ്ടോ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പതുക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മളിങ്ങനെ എടുത്തിങ്ങനെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അടി അങ്ങനെ വല്ലാണ്ട് തട്ടുന്ന വിഷയങ്ങളൊന്നും ഏതായാലും നിലവിലില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ നല്ല രീതിയിൽ സ്പീഡിലൊക്കെ പോയിട്ട് ചാടിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ എന്തായാലും അടി തട്ടും ചെയ്യും. അപ്പോൾ അതിന് മാത്രമുള്ള ഒരു കറക്റ്റായിട്ട് എടുത്താൽ പ്രശ്നമില്ല എന്നുള്ള നിലക്കുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കുള്ളത്. A few moments later. അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി നമ്മൾ കൊണ്ടുകൊടുത്ത് വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ വരുത്തിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ തന്നെ പറയാം. ദ ഫസ്റ്റ് ചേഞ്ച് ഈസ് നമ്മുടെ ലോഗോ നേരെ മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജാര എഡിഷൻ അല്ലെങ്കിൽ ആനിവേഴ്സറി എഡിഷനിലേക്ക് നമ്മുടെ ലോഗോ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വർക്കൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാർ സ്പോട്ടിൽ നിന്നാണ്. നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിൽ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ വരുത്തിയിട്ടുള്ള പ്രധാനമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റൂഫാണ്. റൂഫ് നമ്മൾ മൊത്തത്തിൽ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. മുമ്പ് ഫുൾ വൈറ്റ് ആയിരുന്നു, അത് മാറ്റി നമ്മൾ മൊത്തത്തിലൊന്ന് ബ്ലാക്ക് ആക്കിയപ്പോൾ കുറച്ചുകൂടി ഒരു സ്പോട്ടി ടച്ച് കൂടി എന്ന് തോന്നുന്നു. അങ്ങനെ ചെറിയൊരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതാണ് നിലവിലെ നമ്മുടെ നമ്മുടെ കാറിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ റൂഫ് ഇതേപോലെ ബ്ലാക്ക് ആക്കിയപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്പോയിലർ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നൈസായിരിക്കും തോന്നുന്നു അല്ലേ? അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള 2 ചേഞ്ചസ് വരുന്നത്. പിന്നെ അടുത്ത മൂന്നാമത്തെ പ്രധാനമായ നമ്മൾ വരുത്തിയിട്ടുള്ളൊരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ 360 ഡിഗ്രി ക്യാമറയാണ്. ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമ്മുടെ ക്യാമറ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിലും നമ്മുടെ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അത് താഴെ ഉണ്ടായിരുന്ന ക്യാമറ നേരെ എടുത്തിട്ട് ഇവർ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ബാക്കിലും ആ മിററിലും ഒക്കെ ക്യാമറാസ് ഉണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഇതിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ അത് അവർ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ട് ഒരു സെപ്പറേറ്റ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ നേരെ ഇതിൽ അഡീഷണലായിട്ട് ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ 360 ക്യാമറ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അഡീഷണലായിട്ട് നമുക്ക് ഒരു ജോയ്സ്റ്റിക് പോലത്തെ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും നമുക്ക് ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ആംഗിൾസ് മൊത്തത്തിൽ ഇതുപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ട് മൊത്തത്തിൽ മാറ്റിയിട്ട് കാണാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഒരു 5D ഓപ്ഷൻ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ 5D ഓപ്ഷൻ നമ്മൾ ഇടാണ്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ തിരിച്ചിട്ട് ഇതുപോലെ ചുറ്റുഭാഗത്തുമുള്ള കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, നമ്മൾ ഈ ഒരു 360 വെക്കാനുണ്ടായ മെയിനായിട്ടുള്ള കാരണം നമ്മുടെ വഴിയാണ്. ഞാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വഴി. അതിലൊരു ഏറെക്കുറെ ഓക്കെ ഫീലിലാണ്
നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുന്നത്. സ്വാഭാവികമാണ്, ചെറിയ വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല, നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിൽ തന്നെ ചുറ്റുഭാഗത്തുള്ള കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ ഒന്ന് റെഡി ആയിട്ട് കൃത്യമായിട്ട് കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കണം. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തന്നല്ലോ, ഭയങ്കര ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ 2 സൈഡിലും ഫുള്ള് കാടും അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്നതാണ്. ആ കാടൊക്കെ കുറേ ഞാൻ വെട്ടിത്തെളിച്ചൊരു പരിവാക്കിയിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള നിലയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള പ്രധാനമായിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാനായിട്ട് കുറേ മാറ്റങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ ഒന്നാമതായിട്ട് ഞാൻ ഇപ്പോഴും നോക്കി വെച്ചിട്ടില്ല, ഇല്ലെങ്കിൽ അടുത്തായിട്ട് നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുന്ന പ്രധാനമായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമ്മുടെ സ്പോയിലർ കാര്യങ്ങൾ വെക്കണം. അങ്ങനെ കുറേ പരിപാടികൾ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അടുത്തതായിട്ട് ഞാൻ ചെയ്യേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ വരുത്തേണ്ട ഫസ്റ്റ് മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഈ കംപ്ലീറ്റ് പരിപാടികളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് കാർ സ്പോർട്ടിൽ നിന്നാണ്. അത്യാവശ്യം നല്ല സർവീസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവർ ചെയ്തു തന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിതിൽ യൂണിറ്റ് 360 ഡിഗ്രിയുടെ യൂണിറ്റ് ഓൾറെഡി ഇതിൽ ഉണ്ടായിരുന്നത് നേരെ മാറ്റിയിട്ട് പുതിയ യൂണിറ്റ് കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. എന്നാലും ഒരു പ്രീമിയം വാഹനം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ളൊരു മാറ്റങ്ങളൊക്കെ നമ്മൾ ഇതിൽ വരുത്തിയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫണ്ട് ഏതായാലും പൊട്ടിയിട്ടുണ്ട്. ഒരു 10-20-30 ലെവലിലൊക്കെ 10,000 പൊട്ടിച്ചു എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. സ്വാഭാവികമാണ്, ഇങ്ങനെ ഒരു വാഹനമാകുമ്പോൾ ഇതിൽ നമ്മൾ എന്തെങ്കിലും പരിപാടികൾ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട നിലയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക് കൂടെ ഒന്ന് നമ്മുടെ വാഹനത്തിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു നിലക്കാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്താം. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് അതുപോലെ അടുത്ത കുറച്ച് മോഡിഫിക്കേഷൻസ് വീഡിയോസുകളൊക്കെ ആയിട്ട് കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ.